പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ വിവാദ പ്രസ്താവനയെ ന്യായീകരിച്ചും പുതിയ വാദമുഖങ്ങൾ നിർത്തിയും മുഖം രക്ഷിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് CPM. മുസ്ലിം വർഗീയവാദത്തിന്റെ പ്രധാനികൾ ജമാഅത്തെ ഇസ്ലാമിയാണ്. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സഖ്യകക്ഷിയാണ് കോൺഗ്രസ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ന്യായീകരണം. കോൺഗ്രസ് ഒരു സഖ്യകക്ഷിയെ പോലെ ജമാഅത്തെ ഇസ്ലാമിനെയും SDPIയെയും ചേർത്ത് നടത്തുകയാണ്. ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതം അത് ഉൽപ്പാദിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൊട്ടു പിന്നാലെ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനും A വിജയരാഘവനെ സംരക്ഷിക്കാനെത്തി. വർഗീയ ശക്തികളുമായി ചേർന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും നിലപാടിനെയാണ് വിജയരാഘവൻ വിമർശിച്ചത് എന്നായിരുന്നു ഇടതുമുന്നണി കൺവീനറുടെ കണ്ടെത്തൽ. ഈ മതരാഷ്ട്രവാദം ഉയർത്തുന്ന SDPIയും ജമായത്തുമായി ലീഗിന്റെ നേതൃത്വത്തിൽ അവരെ UDF ക്യാമ്പിനകത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനെയാണ് വിജയരാഘവൻ വിമർശിച്ചത്. അതേസമയം CPMനെതിരെ സമസ്ത മുഖപത്രം ഇന്ന് രൂക്ഷമായ വിമർശനം നടത്തി. A വിജയരാഘവനിലൂടെ പുറത്തുവന്നത് മുസ്ലിം വിരുദ്ധതയുടെയും വെറുപ്പിന്റെയും പ്രതിഫലനമെന്നാണ് സുപ്രഭാതം ദിനപത്രം കുറിച്ചത്. ന്യൂനപക്ഷത്തിനെതിരെ വർഗീയത ഉന്നയിച്ചാൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ കിട്ടുമെന്ന പ്രതീക്ഷയാണ് പാർട്ടിക്കുള്ളതെങ്കിൽ ആ ധാരണ തിരുത്തണം. BJPയുടെ B ടീം ആവാൻ കേരളത്തിലെ CPM നേതാക്കൾ ശ്രമിക്കരുതെന്നും സമസ്ത മുഖപത്രം പറയുന്നു. എന്നാൽ ഏറ്റവും കൗതുകകരമായ കാര്യം A വിജയരാഘവന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V മുരളീധരൻ രംഗത്ത് വന്നു എന്നതാണ്. ഇസ്ലാമിക ഭീകരവാദവും ഇസ്ലാമിക വർഗീയതയും അതിനെ എതിർക്കുന്ന വിജയരാഘവന്റെ നിലപാട് അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോവിൻ്റെ നിലപാടാണെങ്കിൽ പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞ അടുത്ത നിമിഷം AICCയിൽ പോകുന്ന വിജയരാഘവൻ ഇത് പറയാനുള്ള അർഹത എന്തുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അടുത്ത തിരഞ്ഞെടുപ്പിന് ഒരു വർഷം കൂടി ബാക്കിയുണ്ടെങ്കിലും ഒരു മുഴ മുൻപേ എറിഞ്ഞ് വോട്ടിലേക്ക് ലക്ഷ്യം വെക്കുകയാണ് പാർട്ടികൾ. പക്ഷേ അത് കലങ്ങി തെളിയുമ്പോൾ എന്തു ഉയർന്നു വരും എന്നതിലാണ് ഏവരുടെയും ആകാംക്ഷ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.